ഹലോ. അപ്പോൾ നാട്ടുകാർക്കും ബിഗ് ബോസ് ഹൗസിലെ വീട്ടുകാർക്കും സ്വന്തം കുടുംബക്കാർക്കും എല്ലാം അറിയുന്ന ഒരു കാര്യം ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും റിയലൈസ് ചെയ്തിരിക്കുകയാണ്. അതെ, അവർ പരസ്പരം ഇഷ്ടത്തിലാണ് എന്ന കാര്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതിനു മുമ്പ് ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും അവർക്കറിയില്ലായിരുന്നു. ജാസ്മിനൊക്കെ പറഞ്ഞത് താൻ പ്രണയം പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ്. ഗബ്രിക്ക് തനിക്ക് അവളോടുള്ളത് എന്ത് തരത്തിലുള്ള ഇഷ്ടമാണെന്ന് ഡിഫൈൻ ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളൊക്കെ അപ്പോഴേ അത് ഡിഫൈൻ ചെയ്ത് എന്ത് തരത്തിലുള്ള പ്രണയമാണെന്ന്. അത് സ്ട്രാറ്റജി ആയിട്ട് തുടങ്ങിയതാണ് ഇവരുടെ പ്രണയം. പിന്നെ അത് യഥാർത്ഥ പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഇവർ ഫിസിക്കലി അറ്റാച്ച്ഡ് ആയിട്ട് ഒരേ വീട്ടിൽ കഴിയുമ്പോൾ, ഇത്രയും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇതൊരു സ്വാഭാവികമായ സംഭവമാണ്. മനുഷ്യർ തന്നെയാണല്ലോ, അവർക്കുള്ളിലുള്ളതും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം തന്നെയല്ലോ. അപ്പോൾ പ്രണയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അവർ തിരിച്ചറിയാൻ വൈകി എന്നത് മാത്രം. അപ്പോൾ ജാസ്മിൻ പറഞ്ഞ പോലെ അതങ്ങനെ പിടിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. പ്രണയം ഉണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ദിവസവും അവന്റെ മുഖം തന്നെ കാണുമ്പോൾ ആ പ്രണയം പിടിച്ചു വെക്കലൊന്നും നടക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവസാനം അവർ പരസ്പരം പറഞ്ഞിരിക്കുകയാണ്. അതെ, ആ കാര്യം തന്നെ അവർ പരസ്പരം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഇന്നലെ രാത്രി എന്ന് വെച്ചാൽ മെഞ്ഞാന്ന് രാത്രി ആയിരിക്കണം. അവർ പരസ്പരം പറഞ്ഞു. ഇപ്പോൾ അവർ ഓക്കെയാണ്. അതിനു മുമ്പ് പല പല കാര്യങ്ങളും നടന്നു. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയും. അപ്പോൾ അത് എന്താണ് കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയാൻ കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മൾ തന്നെ അനുഭവിച്ചേ തീരൂ. ഗബ്രിയും ജാസ്മിനും ഭയങ്കര ഷോ ആയിരുന്നു. തുടക്കത്തിൽ പലരെയും വെറുപ്പിച്ചു. വീട്ടുകാരെ മാത്രമല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും വെറുപ്പിക്കുന്ന ഗെയിംസ് ആയിരുന്നു രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് നടത്തിക്കൊണ്ടിരുന്നത്. ഭയങ്കര സ്ട്രാറ്റജി ആയിരുന്നു. കൂട്ടം ചേർന്ന് മറ്റുള്ളവരെ ആക്രമിച്ച് ഇല്ലാതാക്കുകയായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗെയിം പ്ലാൻ പൊളിക്കുകയായിരുന്നു അവർ ചെയ്യുന്നത്. പലപ്പോഴും അൺഎത്തിക്കലായിട്ട് പോലും അവർ പോയിട്ടുണ്ട്. അതിനെല്ലാമുള്ള പണിയാണ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കാണുകയായിരുന്നു, ഈ ഗബ്രി തുടക്കത്തിൽ പവർ ടീമിലായിരുന്ന സമയം ഗബ്രിയും ജാസ്മിനും നിന്ന് ഫുഡ് കഴിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. സമീപത്ത് നോറ ഇരിപ്പുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നോറയോട് പറയുകയാണ് ഗബ്രി, മതി മതി നിർത്തിപ്പോകുന്നു. അതായത് ഒരു പുച്ഛഭാവത്തിലാണ് മതി മതി ഇങ്ങനെയാണ് കാണിക്കുന്നത്. എന്ത് ബോഡി ലാംഗ്വേജ് ആണ് അതെന്ന് മനസ്സിലാവുന്നില്ല. ഒരുമാതിരി നമ്മളുടെ വീട്ടിൽ ഭിക്ഷ യാചിച്ച് വന്ന ഒരാളോട് പോലും നമ്മൾ ഇങ്ങനെ പെരുമാറില്ല എന്നതാണ് സത്യം. ആ രീതിയിലാണ് നോറയോട് പറയുന്നത്. ഈ പവർ ബാച്ചിന്റെ ബലത്തിലാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഭക്ഷണം വേണ്ടെന്ന് നിർത്തിക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണം നിനക്കിനി കഴിക്കാനുള്ള അവകാശമില്ല എന്ന് പറയാനുള്ള അധികാരം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. പരമാധികാരിയാണ്, സമ്മതിച്ചു. പക്ഷേ ഗബ്രിയുടെ ബിഹേവിയർ കുറച്ച് അബ്നോർമലായിരുന്നു, കുറച്ച് അധികം കടന്നതായിരുന്നു. അതിനുള്ള പണിയൊക്കെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഒരു വഴക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിലേക്ക് എത്തിയിട്ടില്ല. ലൈവ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെ ആ വഴക്ക് തുടങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സിബിൻ ഗബ്രിയാൻ ടീമിനെ പിടിച്ച് പൂട്ടിയിടുന്നുണ്ട്. എന്തായാലും ആ വഴക്കിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നലെ തന്നെ തുടങ്ങിയപ്പോൾ ജാസ്മിനും ജിൻഡോ ആയിട്ടുള്ള ആയിരുന്നു ഹൈലൈറ്റ്. അതായിരുന്നല്ലോ മെനഞ്ഞാമത്തെ പ്രമോയും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, ഈ ജാസ്മിന്റെ ഫിയാൻസി, ആ വ്യക്തി, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അദ്ദേഹം വളരെയധികം മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. താൻ ഒരു യൂസ് ആൻഡ് ത്രോ ഐറ്റമായി മാറിയതുപോലെയൊന്നും, തന്നെ ഒരു ജോക്കറായിട്ടാണ് ഇപ്പോൾ സമൂഹം കാണുന്നതെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വളരെ നീണ്ടൊരു പോസ്റ്റാണ് അതിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പല സോഷ്യൽ മീഡിയ ചാനലുകളും അദ്ദേഹത്തിന് പ്രൈവസി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയുന്നുണ്ട്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഈ ചിത്രത്തിലുള്ള ഒരാളല്ല. അദ്ദേഹം ചെയ്ത തെറ്റെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നത് ജാസ്മിനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചു എന്ന് മാത്രമാണ്. അതൊരു തെറ്റല്ല സത്യത്തിൽ. പക്ഷെ ആ സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ പലയിടത്തും വലിച്ചിഴക്കപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് ഞാൻ സോഷ്യൽ മീഡിയ ചാനലുകളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് അതുകൊണ്ട് മോണിറ്റൈസേഷനിൽ പണം കിട്ടുന്നുണ്ടാവാം, നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവാം. പക്ഷെ ഇങ്ങനൊരു വ്യക്തിയെ, ഇതിലൊന്നും പെടാത്തൊരു വ്യക്തിയെ അനാവശ്യമായിട്ട് ഇങ്ങനെ വലിച്ചഴിക്കുന്നത് തെറ്റായ കാര്യമാണ്. അപ്പോൾ അദ്ദേഹം വളരെയധികം മാനസിക സംഘർഷത്തിലാണ്, വളരെയധികം വിഷമത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവസിക്ക് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. ജാസ്മിന്റെ ജീവിതം അവളുടെ ജീവിതമാണ്. അവൾ തീരുമാനിക്കുന്ന വഴിയിൽ നടക്കാനുള്ള അവകാശം അവൾക്കുണ്ട്. ജാസ്മിനും ഗബ്രി ഇപ്പോൾ പ്രണയത്തിലാണ്. അവർ കല്യാണം കഴിക്കുന്നെങ്കിലും കഴിക്കട്ടെ. അതല്ല, ബിഗ് ബോസ് ഷോ കഴിയുന്നതോടെ അവരുടെ പ്രണയം തീരുന്നെങ്കിൽ തീരട്ടെ. അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. എന്തായാലും ഗബ്രിയും ജാസ്മിനും വീണ്ടും ഒന്നിച്ച് കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് വഴിവെച്ചത് ജിൻഡോയുമായിട്ടുള്ള വഴക്കാണെന്ന് തോന്നുന്നു. ജിൻഡോയുമായിട്ട് രാവിലെ വഴക്ക് തുടങ്ങി വെച്ചത് യഥാർത്ഥത്തിൽ ജിൻഡോ അല്ല, ജാസ്മിനും ഗബ്രിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സ്ഥിരം വാഴയ്ക്ക് സമീപമുള്ള സ്പോട്ടിൽ ഇരുന്നായിരുന്നു സംസാരിക്കുന്നത്. അപ്പൊ ഗബ്രി മൈക്ക് ധരിച്ചിട്ടുണ്ട്, ജാസ്മിൻ മൈക്ക് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് കണ്ടത് നമ്മുടെ സീക്രട്ട് അണ്ണനാണ്. സീക്രട്ട് അണ്ണൻ പതുക്കെ ജിൻഡോയോട് പറഞ്ഞു കൊടുത്തു അവൾ മൈക്ക് ഇട്ടിട്ടില്ല എന്ന്.
ഓക്കെ, മൈക്കിട്ടില്ല എന്ന് കേട്ടതിന് ശേഷവും ജിൻഡോ വലിയ താല്പര്യമൊന്നും എടുക്കാതെ അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെയും ഒന്നുകൂടെ എരികേറ്റി ചോദിക്കണമെന്നുള്ള കാര്യം. അങ്ങനെ ജിൻഡോ പറഞ്ഞു, ഇതൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ എന്നൊരു ദേഷ്യത്തിലാണ് പറഞ്ഞത്. അതിന് മറുപടി അവൾ പറഞ്ഞു, ജാസ്മിൻ പറഞ്ഞത് താൻ പോടോ എന്നാണ്. അതിനുശേഷം അവർ തമ്മിൽ വഴക്കായി. ജിൻഡോയും വിട്ടുകൊടുത്തില്ല. അതിനുശേഷം ഒരു വയലന്റ് ഹിസ്റ്റീരിക്കൽ മോഡിലേക്ക് ജാസ്മിൻ മാറി. പിന്നെ അതിനുശേഷം കൺഫെഷൻ റൂമിലേക്ക് അപ്സരയും രശ്മിനും ചേർന്ന് കൊണ്ടുപോയി ബിഗ് ബോസ് പറഞ്ഞതനുസരിച്ച്. അതേസമയം തന്നെ ഗബ്രിയുടെയും മെന്റൽ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ കുറച്ച് ഡൗൺ ആയിരുന്നു. ഇത്തരം കണ്ടീഷൻസിൽ ഒരു മെന്റൽ സ്ട്രെസ് ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെയുള്ളപ്പോൾ ലോ ബി പിയോ അല്ലെങ്കിൽ ഹൈ ബി പിയോ മറ്റ് ഇഷ്യൂസ് ഒക്കെ വരാം. അതൊരു സാധാരണ കാര്യമാണ്. അപ്പോൾ ഗബ്രിയും മെഡിക്കൽ റൂമിലേക്ക് പോയതിനു ശേഷം ഓക്കെ ആയി. എന്തായാലും ആ ഇഷ്യൂവിന് ശേഷം രണ്ടുപേരും തിരികെ വന്നു. രണ്ടുപേരും ശാന്തരായി. അന്ന് രാത്രിയാണ് അവർ സംസാരിച്ചതും പരസ്പരം തങ്ങളുടെ പ്രണയം തുറന്നു പറഞ്ഞത്. അപ്പോൾ ബിഗ് ബോസ് ഷോ പുതിയ ടേണിംഗ് പോയിന്റിലേക്ക് കടക്കുകയാണ്. മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു ഓണവില്ലായി മാറും. വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത, സിജോയും കൂടെ ഔട്ടായതോടുകൂടി വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു സാധാരണ വീട്, തന്ത്രങ്ങളൊന്നും ഇല്ലാത്തൊരു സാധാരണ വീട്, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നു. ജിൻഡോ അവിടെ ഇവിടെ കള്ളങ്ങൾ പറഞ്ഞ് തമ്മിലടുപ്പിച്ച് നടക്കുന്നു. അങ്ങനെയൊക്കെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ 6 വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന് കളിയാകെ മാറ്റി. അതിൽ ഏറ്റവും പ്രധാനം സിബിനും പൂജാകൃഷ്ണനും തന്നെയാണ്. സീക്രട്ട് ഏജന്റ് ഒക്കെ പുറത്തിരുന്ന ഡയലോഗ് മാത്രമേ ഉള്ളൂ. അകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം ബാറ്റിംഗ് മറന്നുപോയ സ്ഥിതിയിലാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ്. കക്ഷിക്ക് ഗാലറിയിൽ നിന്ന് കമന്ററി പറഞ്ഞുള്ള ശീലമേ ഉള്ളൂ, ഇറങ്ങി കളിച്ചുള്ള ശീലമില്ല. അദ്ദേഹത്തിന്റെ ഇന്നലെ ഫാമിലി സ്റ്റോറി പറഞ്ഞപ്പോൾ പോലും പലർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഉറക്കം തൂങ്ങിയിരുന്ന് കേൾക്കുകയായിരുന്നു. കാരണം അദ്ദേഹം വീഡിയോയിൽ ചെയ്യുന്നത് പോലെ വളരെ ഉറക്കം തൂങ്ങിയാണ് പറഞ്ഞത്. ഒരു എനർജി ഉണ്ടായിരുന്നില്ല. ഫ്രണ്ടിലിരിക്കുന്ന കാഴ്ചക്കാരെ കയ്യിലെടുക്കണമെങ്കിൽ ആ എനർജിയിൽ പറയണം. ആ എനർജി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വീഡിയോസിലും എനർജിയിൽ ഇല്ലാത്ത രീതിയിലാണ് പലപ്പോഴും പല കാര്യങ്ങളും പറയുന്നത്. പിന്നെ കുറെ ഫാക്ട്സും കുറെ ഒപ്പീനിയൻസും മുന്നോട്ട് വെക്കുന്നതുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഉള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഫാമിലി സ്റ്റോറി പറഞ്ഞതും ആൾക്കാർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് ഹൗസ് പുതിയ ടേണിംഗ് പോയിന്റിലേക്ക് കടക്കുമ്പോൾ അവിടെ മറ്റൊരു വശത്ത് ആദർശ് എന്നൊരു അഡ്വക്കേറ്റ് ഒരു കേസ് കൊടുത്തിരുന്നു. അതിനെപ്പറ്റി ഞാൻ മുൻപൊരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ആ കേസിന്റെ ഫലമായിട്ട് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് കോടതി. മിനിസ്ട്രി ഫോർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിനും ഏഷ്യനെറ്റിനും ബിഗ് ബോസ് ഷോയുടെ പ്രൊഡ്യൂസറായ എൻഡമോൾ ഷൈൻ ഇന്ത്യക്കും അവതാരകനായ മോഹൻലാലിനും, ഈ അവതാരകന് നോട്ടീസ് അയക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ്. മോഹൻലാൽ എന്ന ഒരു വ്യക്തി സൊസൈറ്റിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരാളാണ് എന്ന് തോന്നിയതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിനും നോട്ടീസ് അയച്ചത്. അപ്പോൾ ശ്രീ മോഹൻലാലിനുമുണ്ട്. അതോടൊപ്പം ഹസീബ് AK എന്നൊരു വ്യക്തിക്കും കൂടി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ വയലന്റ് ആക്ടിവിറ്റി നടന്നിരുന്നല്ലോ, സിജോയെ തല്ലിയ സംഭവം. അപ്പോൾ ഹസീബ് എന്നൊരു വ്യക്തിക്കും കൂടി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ ഹസീബ് എന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് അസീറോക്കിയാണ്. അസീറോക്കിയുടെ യഥാർത്ഥ പേര് ഹസീബ് എന്നാണ്. അപ്പോൾ അസീറോക്കിക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒരു വയലന്റ് ആക്ഷൻ നടത്തിയതിന്. ഈ പരസ്യമായിട്ട് തല്ലുക എന്നുള്ളതൊന്നും ക്രിമിനൽ ഒഫൻസ് ആണ്. അതൊന്നും അക്സെപ്റ്റബിൾ അല്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോ അല്ലല്ലോ, ഇതൊരു റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ അതിന് പാലിക്കേണ്ട നിയന്ത്രണങ്ങളുണ്ട്. എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് അതിന്റെ വഴിക്ക് നടക്കും. ബിഗ് ബോസ് അതിന്റെ വഴിക്ക് നടക്കും. അപ്പോൾ ബിഗ് ബോസിൽ ഇന്നത്തെ ദിവസം കുറച്ചുകൂടെ മാറ്റങ്ങളും കുറച്ചുകൂടെ ഇവന്റ്സും വരുന്നുണ്ട്. പവർ വെച്ച് കളിക്കാൻ അറിയാവുന്ന ടീമാണ് പവർ ടീം. ഇപ്പോൾ അതിൽ സിബിൻ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് പ്രധാന കാര്യം. സിബിനും പൂജയും പവർ ടീമിലുണ്ട്. രണ്ടുപേരും ഗെയിം അറിയാവുന്നവരാണ്. സിബിനെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ടീമിലെടുത്തതാണ്. അതിനു മുമ്പ് പവർ ടീമിലേക്ക് ഉണ്ടായിരുന്ന അഭിഷേകിനെ അദ്ദേഹം നോമിനേഷനിലായതുകൊണ്ടും അദ്ദേഹം മുൻപ് ആ കമ്മ്യൂണിറ്റിക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടും മാറ്റി നിർത്തി. അദ്ദേഹം 2 ആഴ്ചയിലേക്ക് നോമിനേഷനിലുമാണ്. അപ്പോൾ അഭിഷേകിന് പകരം ആരെ വേണമെന്നുള്ളത് ആൾക്കാർക്ക് പ്രസംഗിച്ച് തീരുമാനിക്കായിരുന്നു. അവർ സ്വന്തം പോയിന്റ് പുട്ടപ്പ് ചെയ്ത് അതിൽ ഇഷ്ടപ്പെടുന്ന ആളെ പവർ ടീമിന് സെലക്ട് ചെയ്യാം എന്നായിരുന്നു. അപ്പോൾ സിബിൻ തന്നെയാണ് നല്ല രീതിയിൽ പോയിന്റ് പറഞ്ഞത്. അതേസമയം നല്ല രീതിയിൽ പോയിന്റ് പറഞ്ഞ മറ്റൊരാൾ നോറയാണ്. നോറയ്ക്ക് വ്യക്തമായിട്ട് അറിയാം തന്നെ ആരും സെലക്ട് ചെയ്യാൻ പോകുന്നില്ലെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മുള്ളു വെച്ച വാക്കുകളോട് നല്ല അടി കൊടുത്തിട്ടാണ് നോറ പ്രസംഗിച്ചത്. നോറയ്ക്ക് അവളെ ആരും പവർ ടീമിൽ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നോറയ്ക്കാകെ വേണ്ടത് തന്റെ പോയിന്റ് പുട്ടപ്പ് ചെയ്യുക, ലൈംലൈറ്റിൽ നിൽക്കുക എന്നതാണ്. അത് നോറ നേടിയെടുത്തു. നോറ നല്ല രീതിയിൽ തന്നെ പ്രസംഗിച്ചു. സീക്രട്ട് ഏജന്റ് അവിടെയും വന്ന് വേണമെങ്കിൽ എടുക്കുക എന്ന് പറഞ്ഞിട്ട് പോയി. അദ്ദേഹത്തിന് ഈ കളികളിലൊന്നും അധികം താല്പര്യമില്ലാത്ത വ്യക്തിയാണെന്ന് തോന്നുന്നു. എന്തായാലും സിബിൻ പവർ ടീമിലേക്ക് കയറി. പവർ ടീമിൽ സിബിൻ കയറുന്നതുകൊണ്ട് പവർ ടീമിന് തന്നെയാണ് ഗുണം. അതുകൊണ്ട് തന്നെയാണ് അവരെ പവർ ടീമിലേക്ക് സിബിനെ എടുത്തത്. കാരണം അവർക്ക് ഒരു കുന്തമുന ആവശ്യമുണ്ട്. കളി അറിയാവുന്ന, തന്ത്രങ്ങൾ അറിയാവുന്ന ആൾ അവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സിബിന്റെ കളിയാണെന്ന് തോന്നുന്നു. ഇന്ന് ഡെൻ റൂം അടയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് വന്നിട്ടില്ല ഇതുവരെ, ഇപ്പോൾ വരുമായിരിക്കും. എന്തായാലും ഡെൻ റൂം അടച്ചിട്ട് ഗബ്രി ജിൻഡോയോട് മാപ്പ് പറയുന്നവരെ ഡെൻ റൂം തുറക്കില്ല എന്നൊക്കെയാണ് ഇപ്പോൾ
പ്രൊമോയിൽ കണ്ടത്. ഗബ്രി ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ജിൻഡോയെ നല്ല രീതിയിൽ ശല്യപ്പെടുത്തും, കഷ്ടപ്പെടുത്തും ക്യാപ്റ്റൻസി ടാസ്കിൽ എന്നാണ്. അതേസമയം ജിൻഡോയ്ക്ക് ഈ ആഴ്ച പോരാ, ഒരാഴ്ചയും കൂടെ വേണം എന്നാണ് കക്ഷി പറയുന്നത്. ജിൻഡോയ്ക്ക് ബേസിക്കലി ഫുഡും അധികാരവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളാണ് ജിൻഡോ. ജിൻഡോയ്ക്ക് ഇപ്പോൾ ഫാൻ ബേസ് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതുവരെ ഞാൻ അദ്ദേഹത്തിന്റെ ഫാൻ ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഗെയിംസിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇപ്പോൾ താല്പര്യം തോന്നുന്ന ഒരു വ്യക്തി സിബിനാണ്. സിബിനും പൂജ കൃഷ്ണനും രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. അവർ മുന്നോട്ട് വരാനുള്ള സാധ്യതയും വളരെ അധികമാണ്. അവർ ടോപ്പ് 5 വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. താങ്ക് യു.